ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാത്തവർക്ക് വേണ്ടിയുള്ള വളരെ ചെറിയൊരു ക്ലാസ്സാണ്. ഒരു സീരീസ് ബേസിലുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച 7 ദിവസം കൊണ്ട് ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. Hi friends, welcome to a new series of videos from English with SC. ഇവിടെ നമുക്ക് സാധാരണ സംസാരിക്കുന്ന രീതിയിൽ, അതായത് ഇന്നലെ, ഇന്ന്, നാളെ മുതലായ കാര്യങ്ങൾ നാം 2 ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചു. Day 1 and Day 2. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ആ വീഡിയോകൾ ഒന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കാതെ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, ഏറ്റവും അവസാനം നമ്മൾ എക്സർസൈസ് കൊടുത്തിട്ടുണ്ട് ഓരോ ക്ലാസ്സിൻ്റെയും. അപ്പോൾ ആ എക്സർസൈസുകളിലൂടെ കടന്നു പോകാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നാം മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടാണ്. വളരെ എളുപ്പമുള്ള ക്ലാസ് ആണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അതിനെ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ആം, ഈസ്, ആറിൻ്റെയൊക്കെ ഉപയോഗം. അതായത് ഇപ്പോൾ ഞാൻ പറയാണ് ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ. ആം എന്ന് പറയുമ്പം ആണ്, ആകുന്നു എന്നൊക്കെ അർത്ഥം. എന്നാൽ ഈ ഐ ആം എന്നുള്ളത് നീ ഒരു ടീച്ചറാണ് എന്നതിലേക്ക് മാറുമ്പോൾ അവിടെ അത് യു ആർ എ ടീച്ചർ എന്നാവുന്നു. നീ ടീച്ചറാണ് എന്നാകുമ്പോൾ അത് യു ആർ എ ടീച്ചർ എന്നാവുന്നു. അപ്പോൾ ഐയോടൊപ്പം നമ്മൾ ആം യൂസ് ചെയ്തു, യുവോടൊപ്പം നമ്മൾ ആർ യൂസ് ചെയ്തു. അവിടെ ശ്രദ്ധിക്കുക. എന്നാൽ അവനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ അത് ഹീ ഈസ് എ ടീച്ചർ എന്ന് വരുന്നു. ഹീയോടൊപ്പം ഈസ് ചേർക്കുന്നു. എന്നാൽ അവളൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ അവിടെ ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐയോടൊപ്പം ആം വരുമ്പോൾ യുവിനോടൊപ്പം ആർ വരുന്നു. ഹി ഈസ്, ഷീ ഈസ്, അതുപോലെ ദേ വരുമ്പോൾ ആർ വരുന്നു, ദേ ആർ. അപ്പം ഈ കുഞ്ഞു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഐ ആം എ ടീച്ചർ, നീ ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ യു ആർ എ ടീച്ചർ, അവനൊരു ടീച്ചറാണ്, ഹീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്, ഷീ ഈസ് എ ടീച്ചർ, അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അപ്പം ഐ ആം, യു ആർ, ഹീ ഈസ്, ഷീ ഈസ്, പിന്നെ ഏതെങ്കിലും ഒരാൾ മാത്രമാണെങ്കിലും ഈസ് ആയിരിക്കും, ഒപ്പം ദേ ആർ. ഇത് ഞാൻ നൽകുന്ന ഒരു ഇത് നിങ്ങൾ നോക്കിയൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് എല്ലാം ഗ്രാമറിൻ്റെ അടിസ്ഥാനം പഠിച്ചിട്ടല്ല പഠിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകളുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പേഴ്സണൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ക്ലാസ്സുകൾ അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഞാനൊരു കാര്യമാണ്, ഞാൻ ബുദ്ധിമാനാണ് എന്ന് പറയുമ്പോൾ ഐ ആം ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആണ് എന്ന് പറയാൻ ഓരോ ടൈപ്പ് ആളുകളോടും, അതായത് സബ്ജക്റ്റ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ആളുകളോടും എന്താണ് ചേർക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആണ് എന്ന് പറയുന്നതിന് ഈസ്, ആം, ആർ ഈ 3 വേർഡുകൾ ചേർത്ത് കുറേ സെൻറ്റൻസുകൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇല്ലേ. ഇനി ആണ് എന്നതിന് പകരം അത് ആയിരുന്നു എന്നതിലേക്ക് മാറുമ്പോൾ എന്തായി വരും? വാസ് അല്ലെങ്കിൽ വെയറാണ് വരുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഐയോടൊപ്പം ആം ചേർത്തപ്പം ഞാൻ ടീച്ചറാണ് എന്നായി. ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതെന്തായി മാറും? ഐ ആം എ ടീച്ചർ അവിടെ മാറിയിട്ട് അവിടെ ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ എന്നാവുന്നു. എന്നാൽ
നീ ഒരു ടീച്ചറായിരുന്നു എന്നാണെങ്കിൽ ഇപ്പം നീ ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യു ആർ എ ടീച്ചർ പറഞ്ഞു. എന്നാൽ നീ ഒരു ടീച്ചറായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ യു വെയർ WERE യു വെയർ എ ടീച്ചർ എന്ന് പറയും. ഓക്കെ, അവനൊരു ടീച്ചറാണ് എന്ന് ഹീസ് എ ടീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ അവനൊരു ടീച്ചർ ആയിരുന്നു എന്ന് വരുമ്പോൾ അവിടെ എന്താവും? ഹീ വാസ് എ ടീച്ചർ എന്നായി മാറുന്നു. അപ്പോൾ ഇവിടെ പരസ്പരമുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങളൊരു കാര്യം പറയാനോ എഴുതാനോ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ അവർ ടീച്ചേഴ്സാണ് ആയിരുന്നു എന്ന് വരുമ്പോൾ ദേ വെയർ ടീച്ചേഴ്സ്. അതുപോലെ അവനൊരു ടീച്ചറാണ്, അവനൊരു ടീച്ചറായിരുന്നു, ഹി വാസ് എ ടീച്ചർ. അവളൊരു ടീച്ചറായിരുന്നു, ഹി വാസ് എ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഉള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഈസ്, ആം, ആർ വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഐയോടൊപ്പം ആമും, ഹി, ഷീ, ഇറ്റ് മുതലായവയോടൊപ്പം, അതായത് ഒരാൾ മാത്രമുള്ളിടത്ത് ഈസ് ആണ് എന്ന അർത്ഥത്തിലും വാസ് ആയിരുന്നു എന്ന അർത്ഥത്തിലും. എന്നാൽ ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ ആമീസ്, ആർ, വാസ്, വെയർ എന്നിവയെ ചേർത്ത് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതായത് ഒരാളുടെ അവസ്ഥ. അതായത് ഇപ്പോൾ അവൻ ബ്രില്യൻ്റ് ആണ്, ഹീ ഈസ് ബ്രില്യൻറ്റ്. അവൾ സ്മാർട്ടാണ്, ഷീ ഈസ് സ്മാർട്ട്. ഇപ്പം നമ്മൾ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം അവിടെ ചേർത്ത് നമുക്ക് 100 കണക്കിന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഈസ്, ആം, ആർ, വാസ്, വെയർ ചേർത്തിട്ട്. അപ്പോൾ അവനൊരു സ്റ്റുഡൻ്റ് ആണ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവളൊരു സ്റ്റുഡൻ്റ് ആണ്, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. നീ ഒരു സ്റ്റുഡൻ്റ് ആണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. അവർ സ്റ്റുഡൻസ് ആണ്, ദേ ആർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ രീതിയിൽ ആയിരുന്നുവിലേക്ക് വരുമ്പോൾ അവൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഹി വാസ് എ സ്റ്റുഡൻറ്റ്. അവർ സ്റ്റുഡൻസ് ആയിരുന്നു, ദേ വെയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു ആമീസ്, ആർ, വാസ്, വെയറിൻ്റെ ഈ കുഞ്ഞു രൂപങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെൻറ്റൻസുകൾ മേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുകയോ നിങ്ങൾക്ക് കിട്ടുന്ന എക്സർസൈസുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇനി വരുന്നത് കുറച്ച് എക്സർസൈസുകളാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കുറച്ച് എക്സർസൈസുകൾ നൽകുമെന്ന്. അപ്പോൾ ആ എക്സർസൈസുകൾ നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകമായിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എക്സസൈസ് നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബുദ്ധിമതിയാണ്, ഇൻ്റലിജൻ്റ് മതി, അവൾ ബുദ്ധിമതി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, അവർ ബാച്ചിലേഴ്സ് ആണ്. വിവാഹിതർ എന്നുള്ള അർത്ഥം, അവിവാഹിതർ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ മീൻപിടുത്തക്കാരായിരുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഇത് ആമീസ്, ആർ, വാസ്, വെയർ എവിടെ വരുന്നതെന്നും അപ്പുറം ഇങ്ങേറ്റുള്ള കുറച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം അത് ആ ഒരു യൂസുകൾ, ആ ഒരു ഉപയോഗങ്ങൾ നിങ്ങൾ വേണ്ടിടത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എക്സസൈസുകളേക്ക്. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.